ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാക്കുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 71 മുതൽ 73 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ് ഒക്കെ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 6000 സബ്സ്ക്രൈബേഴ്സാണ് നമ്മുടെ അടുത്ത പോയിന്റ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ 9 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് നമ്മളെ കാണിക്കുന്നത്. അതായത് ഇയോറിക്ക് ഏതാണ്ട് 8 വയസ്സുള്ളപ്പോൾ ഇയോറിയുടെ അമ്മ ഇനോറി തളർന്നു വീണ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുകയാണ്. അവരെ കാണാനായിട്ട് സാമുറയും വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ പ്രസന്റിൽ ഇയോറിയുടെ ഒപ്പം ഉള്ളത് അവളുടെ സ്വന്തം അമ്മയല്ല. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ റോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ അടുത്ത് അവളുടെ അമ്മയുടെ ആ രഹസ്യവും പറയണോ എന്ന്. അതിതായിരിക്കും. ഇപ്പോൾ സാമുറയെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ട് ഇയോറിക്ക് വലിയ മൈൻഡൊന്നുമില്ല. കാര്യം പുള്ളി അവളുമായിട്ട് അത്ര ക്ലോസ് അല്ലല്ലോ. അമ്മ ഇപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്, മോളെ ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് ഭേദമാകുന്നത് വരെ ഇയോറിയെ നിങ്ങൾ നോക്കണമെന്ന് സാമുറ അടുത്ത് ഇനോറി പറയുന്നുണ്ട്. ഇപ്പോൾ സാമുറയ്ക്ക് അതിന് തീരെ താല്പര്യമില്ല. കാര്യം എൻ്റെ ചോര പുരണ്ട ഈ കൈകൾ കൊണ്ട് ഞാൻ മകളെ എങ്ങനെ ചേർത്ത് പിടിക്കാനാണ് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. നിന്റെ അനിയത്തിക്ക് ഇവളെ നോക്കിക്കൂടെ എന്ന് സാമുറ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനോറിയുടെ അനിയത്തി കമുനാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവൾക്ക് അവിടെ പിടിപ്പത് പണിയുണ്ട്, അവൾക്ക് ടൈം ഇല്ല എന്ന് ഇനോറി പറയുന്നു. ഇനോറി ആണെങ്കിൽ ഇപ്പോൾ സാമുറയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ചോര പുരണ്ട കൈയുടെ കഥയൊക്കെ നിങ്ങൾ ഡിവോഴ്സിന്റെ സമയത്ത് പറഞ്ഞതാണ്. ഇങ്ങനൊരവസ്ഥയിൽ ഇവളെ പിന്നെ നിങ്ങളല്ലാതെ വേറെ ആര് നോക്കാനാണ്? ഇത് നമ്മുടെ മകളുടെ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ എന്നുള്ള ഇനോറിയുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ സാമുറ ഇയോറിയുടെ ചാർജ് ഏറ്റെടുക്കുകയാണ്. പുള്ളി ഇയോറിയെ കൊണ്ട് ഇപ്പോൾ പോകുന്ന വഴിക്ക് ഡോജോയിൽ ഒന്ന് കയറുന്നുണ്ട്. ഇപ്പോൾ അവിടെ അഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഇയോറിയെ സാമുറ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. മിസ്റ്റർ സാമുറ, നിങ്ങൾക്കൊരു മകൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാം അമ്പരക്കുന്നുണ്ട്. അവളും ഇനി എൻ്റെ കൂടെ കുറച്ച് നാൾ ഉണ്ടാവുക എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഇപ്പോൾ ഡോജോയിലുള്ളവർ പറയുന്നുണ്ട് അതിനെന്താ ഒരു കുഴപ്പമില്ല എന്ന്. ഇപ്പോൾ ആ ഡോജോയിലുള്ളവരെ ഇയോറിയെ അടുത്ത് എന്നിട്ട് സാമുറയെ പറ്റി പൊക്കി അടിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ വലിയ ആളാണ്. ഈ നഗരത്തിലെ പോലീസുകാരൊക്കെ ഷോർട്ട് ഫൈറ്റിംഗ് പഠിക്കാൻ വരുന്നത് ഇദ്ദേഹത്തിന്റെ അടുത്താണ്. ഒരു എൻചാന്റഡ് ബ്ലേഡിന്റെ കോൺട്രാക്റ്റഡ് ബെയറായിട്ടുള്ള വാർ ഹീറോയാണ് നിന്റെ അച്ഛൻ. ഈ രാജ്യം ഇപ്പോഴും ഇങ്ങനെ തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിയുടെയൊക്കെ കഴിവുകൊണ്ടാണ് എന്നൊക്കെ ഇവർ ഇയോറിയോട് പറയുന്നു. അവളിപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങേര് ഹീറോ ആണെങ്കിൽ എനിക്ക് തേങ്ങയാണെന്ന് ഇപ്പോൾ അവൾ പറയുന്നു. കാര്യം ബാക്കി കുട്ടികളെയൊക്കെ അച്ഛനും അമ്മയും ചേർന്ന് നോക്കുമ്പോൾ ഇയോറിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അച്ഛനെ പറ്റി ചോദിച്ചപ്പോൾ ഇയോറിയുടെ അമ്മ അവളോട് പറഞ്ഞിരുന്നതും വളരെ മോശം അഭിപ്രായമാണ്. കാര്യം പാസ്റ്റിൽ ഞാൻ കുറേ പാപങ്ങളൊക്കെ ചെയ്തു എന്നും പറഞ്ഞ് ഇവരെ പൂർണ്ണമായിട്ടും അവഗണിച്ച ഒരാളാണ് അങ്ങേര്. ഇപ്പോൾ എനിക്ക് പറ്റിയതുപോലെ അങ്ങേരെ പോലെ ഒരുത്തനുമായിട്ടൊന്നും ഭാവിയിൽ നീ പ്രണയത്തിലാവല്ലേ മോളെ എന്ന് വരെ ഇയോറിയോട് അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ അത്ര കിടിലൊന്നുമല്ല, നിങ്ങൾ അമ്മയെ ഉപേക്ഷിച്ച ആളാണ്, നിങ്ങളൊരു തോൽവിയാണെന്ന് ഇപ്പോൾ സാമുറയുടെ അടുത്ത് ഇയോറി പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ പറഞ്ഞിട്ട് സാമുറയുടെ കൂടെ പോകാൻ പോലും ഇയോറിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഈ രോഗമെല്ലാം മാറ്റി വരുമെന്നുള്ള അമ്മയുടെ ആ വാക്കിന്റെ പുറത്താണ് ഇയോറി പോകാൻ സമ്മതിച്ചത് തന്നെ. ഇയോറി ഇപ്പോൾ അവിടെ പ്രാക്ടീസിനായിട്ട് വെച്ചിരിക്കുന്ന ആ കമ്പൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കണ്ണടച്ച് തലങ്ങും വിലങ്ങും ഒക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. സാമുറ പറയുന്നുണ്ട്, സൂക്ഷിച്ച് നോക്കിയൊക്കെ ചെയ്യാൻ. അവളുടെ തലയാണെങ്കിലും ഇപ്പോൾ ആ കതവിൽ പോയി ഇടിച്ചിട്ട് മുറിയുന്നു. ഇപ്പോൾ അവിടെ ബാൻഡേഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സാമുറ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കണ്ണടച്ചുകൊണ്ട് ആ വടി വീശിയത്? അതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? ഇപ്പോൾ ഇയോറി പറയുന്നുണ്ട്, നമ്മളുടെ ശത്രുവിന്റെ അതേ ലെവലിലായിരിക്കണം നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണെന്ന്. സോ അപ്പോൾ ശത്രുവായിട്ട് കാണുന്നത് സാമുറയാണ്. ഇപ്പോൾ സാമുറ പറയുന്നുണ്ട്, നിന്റെ തിയറിയൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് കണ്ണ് കാണാത്ത ഒരാളാണ്. എന്റെ മൂക്കും ചെവിയും ഒക്കെ ഒരു മൃഗത്തിൻ്റെതുപോലെ ഷാർപ്പാണ്. പക്ഷെ നിനക്ക് അങ്ങനല്ല. അതുകൊണ്ട് എന്നെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നത് നിനക്ക് ആപത്താണെന്ന്. എന്നാൽ ഇന്ന് തൊട്ട് ഞാൻ കുറച്ചുകൂടി നല്ലപോലെ ട്രെയിൻ ചെയ്തോളാം. നിങ്ങൾക്ക് എന്ത് ചെയ്താലും എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളിപ്പോൾ കണ്ണടച്ചുകൊണ്ട് പിന്നെ ഓടിപ്പോവാണ്. എവിടോ ചെന്ന് തട്ടി വീണിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവളിങ്ങനെ ഓരോന്ന് കാണിച്ച് മറിഞ്ഞ് ഉരുണ്ട് വീഴുന്നതിനൊക്കെ ഇനോറിയുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുന്നത് സാമുറയാണ്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്ന് ഇയോറി ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഒരു പാചക മത്സരത്തിനായിട്ട് സാമുറയെ ഇയോറി ചലഞ്ച് ചെയ്യുന്നുണ്ട്. അവളിപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്നതും കണ്ണടച്ചുകൊണ്ടാണ്. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, എടീ കണ്ണടച്ചുകൊണ്ട് ആ കത്തി പിടിക്കല്ലേ, കൈ മുറിയും. അവളിപ്പോൾ പറയുന്നുണ്ട്, മത്സരം എന്ന് പറഞ്ഞാൽ മത്സരം, എല്ലാം ഫെയർ ആയിരിക്കണം. ഇപ്പോൾ അവളുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് സാമുറ പറയുന്നുണ്ട് കിടിലമായിട്ടുണ്ടെന്ന്. കണ്ടോ, അപ്പം ഞാൻ ജയിച്ചു എന്ന് ഇപ്പോൾ ഇയോറി പറയുന്നുണ്ട്. സാമുറ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനടി എല്ലാം ഇങ്ങനെ മത്സരമാക്കുന്നത്? ശരി, നീ തന്നെ ജയിച്ചു. ഇപ്പോൾ ഞാനൊരു നല്ല കുക്കാണ്, അമ്മയും ഞാനും പാചകമൊക്കെ ഒരുമിച്ച് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഇയോറി പറയുന്നു. അമ്മയുടെ കാര്യം ഓർത്തിട്ട് ഇയോറി ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് ഡെസ്പായി പോകുന്നുണ്ട്. ഇപ്പോൾ ഇത് സെൻസ് ചെയ്ത സാമുറയാണെങ്കിൽ അവളുടെ ആ മൂഡൊന്ന് മാറ്റാനായിട്ട് പറയുന്നു. ശരി, നമുക്കൊരു മത്സരം വെക്കാം. ഏറ്റവും രുചികരമായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി നിന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്ന ആൾ ജയിക്കും. എന്തു പറയുന്നു? ഞാൻ തയ്യാറെന്ന് പറഞ്ഞിപ്പോൾ ഇയോറി ആകെ ചീറപ്പാവുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇയോറി കണ്ണടച്ചു പോയി പിന്നെ അവിടെ എവിടെയൊക്കെ ഇടിച്ചു വീഴുന്നു. ഇനോറി ആണെങ്കിൽ സാമുറയെ വഴക്ക് പറയുന്നു. അവരൊരുമിച്ച് കുക്ക് ചെയ്യുന്നു. അങ്ങനെ ഇയോറി സാമുറ ഇങ്ങനെ അടുക്കുകയാണ്. ഇപ്പോൾ നല്ല രുചികരമായ ഡിഷൊക്കെ ഉണ്ടാക്കി അവർ ഇനോറിക്ക് കൊണ്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇനോറി ചോദിക്കുന്നുണ്ട്, ഇയോറി ഇത് നീ ഉണ്ടാക്കിയതാണോ? സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, ഇത് സത്യം പറഞ്ഞ ഒരു മത്സരമായിട്ട് തുടങ്ങിയതാണ്, പക്ഷെ അവസാനം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്താണ് ഇത് ഉണ്ടാക്കിയത്.
അതെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ശത്രുതയിൽ നിന്നുണ്ടായ ഫുഡ് എന്നിപ്പോൾ ഇയോറിയും പറയുന്നുണ്ട്. ഇപ്പോൾ ഫുഡ് കിടിലമായിട്ടുണ്ടെന്ന് ഇനോറി പറയുന്നു. ഇപ്പോൾ അമ്മയ്ക്ക് ഇത് കഴിച്ചപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നുണ്ടോ എന്ന് ഇയോറി ചോദിക്കുന്നു. ഉണ്ടെന്ന് ഇപ്പോൾ ഇനോറിയും പറയുന്നുണ്ട്. ഇപ്പോൾ ഇയോറി ആകെ ഹാപ്പി ആവുന്നുണ്ട്. ഇത് കാണുമ്പോൾ സാമുറയ്ക്കും സന്തോഷമാവുന്നു. ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ നേരം ഇയോറി പറയുന്നുണ്ട്, അമ്മ ഇവിടുന്ന് സുഖപ്പെട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കുക്കിങ്ങിൽ ഒരുപാട് ബെറ്റർ ആവുമെന്ന്. ഇനോറി ആണെങ്കിലും പറയുന്നു, സോ അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് അങ്ങ് എത്തിയേക്കാവെന്ന്. നെക്സ്റ്റ് നമ്മളെ കാണിക്കുന്ന സീന് ഇനോറി മരിച്ച ശേഷമുള്ള ചടങ്ങാണ്. ഇയോറി ഇപ്പോൾ വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ഇപ്പോൾ സാമുറ ചെല്ലുന്നുണ്ട്. പുള്ളി ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ചിന്തിക്കുകയാണ്. ഇനോറിക്ക് ഒരു ദിവസം ഫുഡ് കൊണ്ട് കൊടുത്തപ്പോൾ അവൾ സാമുറയോട് പറഞ്ഞിരുന്നു, ഞാൻ ഇനി അധികം നാൾ ഇങ്ങനെ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല എന്ന്. നീ 1 വർഷവും പിടിച്ചു നിന്നല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണെന്ന് സാമുറ പറയുന്നു. ഇയോറി ഇപ്പോൾ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പോൾ ഇനോറി സാമുറയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നു തൊട്ടാണ് കുക്കിംഗ് പഠിച്ചതെന്ന്. ഇപ്പോൾ ഡോജോയിലുള്ള പയ്യന്മാർ കുറച്ച് കോച്ചിങ് ഒക്കെ തന്നു, അങ്ങനെ അങ്ങ് പഠിച്ചെടുത്തു എന്ന് സാമുറ പറയുന്നുണ്ട്. ഇപ്പോൾ ഇനോറി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അവൾ സാമുറയോട് പറയുന്നു, നിങ്ങൾ ഈ 1 വർഷം കൊണ്ട് നല്ലപോലെ മാറിയിട്ടുണ്ടെന്ന്. നമ്മളുടെ മകളെ പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പോൾ സാമുറ പറയുന്നുണ്ട്, അവൾ ക്യൂട്ടല്ലേ, അവളുടെ മുഖം കാണാതെ നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായി എന്ന് ഇനോർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സാമുറ പറയുന്നുണ്ട്, അതിനെനിക്ക് അവളുടെ മുഖം കാണേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ ചിരിക്കുന്നത് നിന്നെ പോലെയാ. ഇപ്പോൾ ഇനോറിയൊക്കെ തനിച്ചാക്കി പോയതിന് മനസ്സിൽ സോറി പറഞ്ഞുകൊണ്ട് സാമുറ ഇപ്പോൾ ഇയോറിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ വഴക്കൊക്കെ മാറ്റി വെച്ച് കോംപ്രമൈസ് ആയാലോ. ഇപ്പോൾ ഇങ്ങനെ കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ഇയോറിയെ സാമുറ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിന്നെ നോക്കാൻ ഈ അച്ഛൻ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഇയോറി റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഭിത്തിയിൽ അവൾ വരച്ച സാമുറയുടെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. സാമുറ ഇപ്പോൾ ഒരു പുക എടുക്കാനായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഗേറ്റിന് വെളിയിൽ ഒരാൾ നിൽക്കുന്നു. അത് യൂറയാണ്. സോ ഇപ്പോഴാണ് യൂറ ആദ്യമായിട്ട് സാമുറയെ കാണാനായിട്ട് എത്തുന്നത്. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, താൻ ആരാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യണം, ദയവ് ചെയ്ത് എന്നെ കൊണ്ട് എൻ്റെ വാള് പുറത്തെടുപ്പിക്കരുത്. നല്ലൊരു നാളേക്ക് വേണ്ടി അല്ലേ? ടെൻഷൻ അടിക്കണ്ട, ഞാനിവിടെ ഫൈറ്റിനൊന്നും വന്നതല്ല, ഒന്ന് സംസാരിക്കാൻ വന്നതാ. എന്തിനെ പറ്റിയാണെന്നറിയോ? പണ്ട് നിങ്ങൾ ചെയ്ത ആ പാപങ്ങളെ പറ്റി. അതേപോലെ തന്നെ ആ പാപങ്ങൾ കാരണം ഇനി ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തിനുണ്ടാവാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിനെ പറ്റി എനിക്ക് സംസാരിക്കാനുണ്ട്. സാമുറ ഇപ്പോൾ യൂറയോട് പറയുന്നുണ്ട്, എനിക്കിതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, കാര്യം എൻ്റെ ഭാര്യയുടെ അടക്കം ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറ ഇപ്പോൾ ആ സെയ്റ്റെ യുദ്ധം നടക്കാനുണ്ടായ കാരണം സാമുറയ്ക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. മുൻപൊരു ചാപ്റ്ററിൽ നമ്മൾ കേട്ട ഐറ്റം തന്നെ, അതായത് ഷൊക്കോക്കു എന്ന് പറയുന്ന ഒരു ഐലൻഡ്, അവിടാണ് ഡാറ്റൻസെക്കി ഉണ്ടായത്. ആ ഐലൻഡിലുള്ള ആൾക്കാർക്ക് ഡാറ്റൻസെക്കി പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ആ പവർ വെച്ചിട്ട് ജപ്പാൻ കീഴടക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ റോക്ക് ഹിര എൻചാൻറ്റഡ് ബ്ലേഡ്സ് ഫോർജ് ചെയ്തു. ആ ബ്ലേഡ്സ് വെച്ച് ഫൈറ്റ് ചെയ്ത ഹീറോസ് ആ ഐലൻഡിലെ ശത്രുക്കളെ കൊന്ന് ജപ്പാനെ രക്ഷിച്ചു. ഇപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, ഇത് പറയാനായിരിക്കില്ലല്ലോ താൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് സാമുറ ചോദിക്കുന്നു. അതെ, പബ്ലിക്കിന് അറിയാത്ത സത്യങ്ങൾ എനിക്കറിയാവുന്ന ഇപ്പോൾ യൂറ പറയുന്നു. അതായത് ഈ എൻചാൻറ്റഡ് ബ്ലേഡ്സിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്ലേഡ് ആയിരുന്നു ഷിനുച്ചി, നമ്മളത് കണ്ടതാണല്ലോ. സോ ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷയില്ലെന്ന് കണ്ട ശത്രുക്കൾ അന്ന് സമാധാനത്തിനായിട്ട് വെള്ളക്കൊടി വീശിയതായിരുന്നു. ഈ ഹിസ്റ്ററിയിൽ പറയുന്നത് പോലെ ആ ഷൊക്കോക്കു ഐലൻഡിലുള്ള എല്ലാവരും ഭയങ്കര ചോരക്കൊതിയന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല. അവിടെ പാവപ്പെട്ട മനുഷ്യരും ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു റോയൽ ഫാമിലി ആയിരുന്നു ഈ ജപ്പാൻ പിടിച്ചടക്കാനുള്ള ആ ഒരു ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നിരുന്നത്. അവരെയൊക്കെ ഭരണത്തിൽ നിന്ന് തൂക്കിയിട്ട് ഈ ഷൊക്കോക്കു ഐലൻഡിലുള്ള ബാക്കി ആൾക്കാരെ കമുനാബിയുടെ മുമ്പിൽ സറണ്ടർ ചെയ്തതാണ്, ഇനി ഫർദർ കാഷ്വാലിറ്റീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. മാത്രവുമല്ല, ഒരു സമാധാന ഉടമ്പടി അവരെ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഷിനുച്ചിയുടെ ഓണർ ആ സോട്ട് മാസ്റ്റർ ഇതിന് സമ്മതിച്ചില്ല. കാര്യം ഷിനുച്ചി അങ്ങേരെ പൂർണ്ണമായിട്ട് അതിൻ്റെ കൺട്രോളിലാക്കി. ആ ഐലൻഡിലുള്ളവരെ മുഴുവൻ കൊന്നു തള്ളിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഷിനുച്ചിയുടെ മെലഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് പ്രയോഗിച്ചു. മലഡിക്ഷൻ എന്ന് പറയുമ്പോൾ ശാപം എന്നാണ് അർത്ഥം വരുന്നത്. സോ ഇത് സംഭവിച്ചത് കാരണമുള്ള ആ ഷൊക്കോക്കു ഐലൻഡിന്റെ അവസ്ഥ നമ്മളെ കാണിക്കുന്നുണ്ട്. കുറെ ചിത്രശലഭങ്ങളും പൂക്കളും ഒക്കെ ഇങ്ങനെ മൂടി ആകെ തകർന്നു കിടക്കുന്ന ഒരു ഐലൻഡ്. ഷിനിച്ചിയുടെയും ആ സോട്ട് മാസ്റ്ററിന്റെയും ഈ ഭ്രാന്തൻ പ്രവൃത്തി കാരണം ആ ഐലൻഡിലെ 2 ലക്ഷത്തോളം വരുന്ന പാവം ആൾക്കാർ മരിച്ചു വീണു. അവസാനം ഈ സോട്ട് മാസ്റ്ററിനെ തടയാൻ വേണ്ടിയിട്ട് ആ ബാക്കിയുള്ള 5 എൻചാൻറ്റഡ് ബ്ലേഡ്സിന്റെ ഓണേഴ്സ് ഒരുമിച്ച് നിന്ന് ശ്രമിക്കേണ്ടി വന്നു. സോ അന്ന് മുതൽ ഇപ്പോൾ വരെ അങ്ങേര് തടവിലാണ്. സോ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൊലപാതകിയാണ് ഈ സോട്ട് മാസ്റ്റർ. പക്ഷെ അത് ഈ ജപ്പാനിലെ ആളുകളോട് തുറന്നു പറയാൻ കമുനാബിക്ക് കഴിയുമായിരുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ജപ്പാനിലെ ആൾക്കാരോട് ഇപ്പോൾ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് കമുനാബി സ്റ്റോറി ഇങ്ങനെ മാറ്റിയത്. അതായത് ഈവിളായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരെ കൊന്ന് ഈ ജപ്പാനെ രക്ഷിച്ച സോട്ട് മാസ്റ്റർ ഒരു വലിയ ഹീറോ ആണ് എന്നുള്ള രീതിയിൽ.
ഇപ്പോൾ യൂറയ്ക്ക് ഇത്ര ആഴത്തിൽ ഈ വിഷയം എങ്ങനെ അറിയാമെന്ന് സാമുറ ചിന്തിക്കുന്നുണ്ട്. യൂറയാണെങ്കിൽ ഇപ്പോൾ സാമുറയോട് തുടർന്ന് പറയുന്നു, അതായത് കമുനാബിയെ കുറ്റം പറയാനും പറ്റില്ല. കാര്യം ജപ്പാന്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവർ സത്യം മറച്ചു വെച്ചത്. പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രവചനം നടത്താൻ വേണ്ടിയിട്ടാണെന്ന് അവൻ പറയുന്നു. പ്രവചനം എന്താണെന്ന് വെച്ചാൽ, സോട്ട് മാസ്റ്റർ ഇനിയും ജീവിച്ചിരുന്നാൽ അന്ന് ഷൊക്കോക്കു ഐലൻഡിനെ ഇല്ലാതാക്കിയ ആ മാലഡിക്ഷൻ, ആ ശാപം ഈ രാജ്യത്ത് ഒരു തവണ കൂടി നടക്കും ഭാവിയിൽ. ഇപ്പോൾ ഇത് കേട്ടിട്ട് സാമുറ ഞെട്ടുന്നുണ്ട്. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, സൈച്ചി സാമുറ, ഈ രാജ്യത്തിന്റെ ഭാവി സംരക്ഷിക്കാനായിട്ട് നിങ്ങളൊരു ജോലി ചെയ്ത് തീർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇയോറി ആണെങ്കിൽ അകത്തുനിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് യൂറ ടെലിപ്പോർട്ട് ചെയ്ത് പോകുന്നുമുണ്ട്. അവളിപ്പോൾ വന്നിട്ട് സാമുറയോട് ചോദിക്കുന്നുണ്ട്, ആ പോയ ആളാരാ? അയാളെന്തോ ശാപത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ അച്ഛൻ എന്തോ ജോലി ചെയ്ത് തീർക്കണമെന്നൊക്കെ. അച്ഛൻ എങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങുകയാണോ? നീ അതെല്ലാം കേട്ടോന്നിപ്പോൾ സാമുറ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല എന്നിപ്പോൾ സാമുറ പറയുന്നു. സാമുറ ഇപ്പോൾ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് പുള്ളിയുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദിയെ കണ്ടിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. കമുനാബിയിലെ പ്രധാനപ്പെട്ട കുറച്ച് മെമ്പേഴ്സിനും പിന്നെ ഈ രാജ്യത്തെ മെയിൻ കുറച്ച് ആൾക്കാർക്കും മാത്രം അറിയാവുന്ന ഈ സോട്ട് മാസ്റ്ററിനെ കുറിച്ചുള്ള രഹസ്യം ഈ വന്നവൻ എങ്ങനെ മനസ്സിലായി എന്ന് ഇയാള് ചോദിക്കുന്നുണ്ട്. അവൻ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് കാണും, പക്ഷെ അവന്റെ സൗണ്ടും സ്മെല്ലും ഒന്നും എനിക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നില്ല എന്ന് സാമുറ പറയുന്നു. അതേപോലെ തന്നെ ആ മാലിഡിക്ഷൻ വീണ്ടും സംഭവിക്കുമെന്ന് അവൻ പറഞ്ഞു അല്ലേ എന്ന് ഇയാൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഭാവിയിൽ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നൊരു സ്വാമി സ്വപ്നം കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ട് എന്ന് ഇയാൾ പറയുന്നു സാമുറയുടെ അടുത്ത്. അപ്പോൾ സാമുറ ചോദിക്കുന്നുണ്ട്, സോ അപ്പോൾ അങ്ങനെ നടക്കുമെന്നാണോ നിങ്ങളും പറയുന്നത്? ഇയാളിപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സോട്ട് മാസ്റ്ററിനെ വളരെ ഡീപ്പായിട്ട് അണ്ടർഗ്രൗണ്ടിലല്ലേ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഷിനുച്ചിയും അയാളിൽ നിന്ന് അകലെ സീൽ ചെയ്ത് മാറ്റി സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ. സോ ഇവർ തമ്മിൽ കോണ്ടാക്റ്റിൽ വരാൻ വഴിയില്ല. പക്ഷേ സോട്ട് മാസ്റ്ററും ഷിനുച്ചിയും ഈ ലോകത്തുള്ളിടത്തോളം കാലം അങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാനും പറ്റില്ല എന്നും ഇയാൾ പറയുന്നു. ഇപ്പോൾ സോട്ട് മാസ്റ്ററിനെ അങ്ങ് തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം സിമ്പിളായിട്ട് തീർക്കാം. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്, അതാണ് എറ്റേണൽ കോൺട്രാക്ട്സ്. അതായത് ഈ ഓരോ എൻചാൻറ്റഡ് ബ്ലേഡ്സിൻ്റെ ഓണേഴ്സിനും സെപ്പറേറ്റ് എറ്റേണൽ കോൺട്രാക്ട്സ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പരിപാടിയായിരുന്നു. പക്ഷേ സെയ്റ്റേ യുദ്ധത്തിൻ്റെ സമയത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, സമയം തീരെയില്ല. സോ അങ്ങനെ സെപ്പറേറ്റ് കോൺട്രാക്ട്സ് ഉണ്ടാക്കാതെ റോക്കുഹിരെ എന്ത് ചെയ്തു, ഷിനുച്ചിയെ ഒരു കോർ പാർട്ടാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അതുമായിട്ട് ലിങ്ക് ചെയ്തുള്ള കോൺട്രാക്ട്സ് ആക്കി മാറ്റി. എന്നിട്ട് ഷിനുച്ചി ബ്ലേഡ് റോക്കുഹിരെ ഏറ്റവും വിശ്വസിക്കുന്ന സോട്ട് മാസ്റ്ററിനെ ഏൽപ്പിച്ചു. ഇതിലെ റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ പാർട്ട്, സെന്റർ പാർട്ടായിട്ടുള്ള ഷിനുച്ചിയുടെ കോൺട്രാക്റ്റഡ് ബെയറർ മരിച്ചു കഴിഞ്ഞാൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാക്കി സോട്ട് ബെയറേഴ്സ് എല്ലാം മരിക്കും. ഇപ്പോൾ ആ വലിയ റിസ്ക് ഏറ്റെടുക്കുമ്പോൾ ഈ സോട്ട് ബെയറേഴ്സ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല, അതായത് സോട്ട് മാസ്റ്റർ ഇങ്ങനെ ഒരു പണി കാണിക്കുമെന്ന്. സോ ഇപ്പോൾ ഈ കമുനാബിയിലെ സുപ്പീരിയർ സാമുറയോട് പറയുന്നുണ്ട്, അപ്പോൾ സോട്ട് മാസ്റ്ററിനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നീ ഉൾപ്പെടെയുള്ള ബാക്കി സോട്ട് ബെയറേഴ്സ് എല്ലാം മരിക്കുമെന്ന്. പക്ഷെ നമ്മളൊന്നും ചെയ്യാതിരുന്ന അതിലും പ്രശ്നമല്ലേ എന്ന് ചോദിച്ച് സാമുറ ഇപ്പോൾ അലറുന്നുണ്ട്. ഇപ്പോൾ ആ സുപ്പീരിയർ പറയുന്നുണ്ട്, എടാ നീ ഒന്ന് കൂളാവ്, എനിക്ക് മനസ്സിലായി നിനക്ക് നിന്റെ മോളെ ആലോചിച്ചിട്ടുകൂടിയുള്ള ടെൻഷനാണ്. ഭാവിയിൽ അങ്ങനെ ഒരു മാലഡിക്ഷൻ സംഭവിച്ചാൽ അവളെ അത് ബാധിക്കുമല്ലോ. ഇപ്പോൾ അത് സത്യമാണെന്ന് സാമുറയും സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സുപ്പീരിയർ പറയുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു സംഭവം നടക്കും എന്നുള്ളതിന് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. സോട്ട് മാസ്റ്റർ ചെയ്തത് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ബാക്കി സോട്ട് ബെയറേഴ്സ് ക്രൂരതയൊന്നും ചെയ്തിട്ടില്ല. ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ യുദ്ധം ചെയ്തത്. നിങ്ങൾ ശരിക്കും ഹീറോസ് തന്നെയാണ്. സോ ഇതിനി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. നിനക്കും നിന്റെ മകൾക്കും മുന്നോട്ടൊരു വലിയ ജീവിതം കിടപ്പുണ്ട് എന്ന് ഇയാൾ പറയുന്നു. ഇപ്പോൾ ആ ഡോജോയിൽ ഇയോറി കണ്ണടച്ചിങ്ങനെ ഫൈറ്റ് ചെയ്ത് അവിടെ ഉള്ളൊരു ചെക്കൻ്റെ കയ്യിൽ നിന്ന് വാള് തട്ടി തെറിപ്പിച്ചിരിക്കുകയാണ്. കണ്ണടച്ചു പിടിച്ചിട്ട് അവൾക്ക് ടാർഗറ്റിനെ സെൻസ് ചെയ്യാൻ പറ്റുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ച് അവിടെ ഉള്ള ആൾക്കാർ ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന സാമുറ പറയുന്നുണ്ട്, അവൾ എന്നെ കുറേ നാളായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുക. സോ അവൾക്കും ആ ഒരു ട്രിക്ക് പിടികിട്ടി കാണും. പക്ഷേ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഇയോറിയുടെ കോൺസെൻട്രേഷൻ മൊത്തം പോയി. അവൾക്ക് പിന്നെ ഭയങ്കര പേടിയാണ്. കണ്ണടച്ചു പിടിക്കുമ്പോൾ മറ്റ് ചിന്തകളൊന്നും അവളുടെ മനസ്സിലേക്ക് വരില്ല. അവൾക്ക് നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുമെന്ന് സാമുറ പറയുന്നു. ഇപ്പോൾ ആ ഡോജോയിലുള്ളവർ പറയുന്നുണ്ട്, ഇവള് കിടിലമാണല്ലോ, ഹീറോ ആയിട്ടുള്ള സൈച്ചി സാമുറയുടെ മകളല്ലേ, അപ്പോൾ ആ ഗുണങ്ങൾ കിട്ടാതിരിക്കൂ. ഇപ്പോൾ ഇയോറി സാമുറയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എൻ്റെ ഫൈറ്റ് കണ്ടോ എന്ന്. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട് മോളെ എന്ന്. ഞാൻ ഭാവിയിൽ ഒരു ബെസ്റ്റ് ഫൈറ്റർ ആയിട്ട് എൻ്റെ അച്ഛനെ സംരക്ഷിക്കും എന്നിപ്പോൾ ഇയോറി പറയുന്നു. ഓ അങ്ങനെയാണോ, നീ അങ്ങനെ ആയിത്തീരുന്നത് കാണാൻ എനിക്ക് കൊതിയായിട്ട് വയ്യാന്നിപ്പോൾ സാമുറ പറയുന്നു.
ഇപ്പോൾ ഒരു ദിവസം സ്കൂൾ വിട്ട് വരുന്ന ഇയോറി അവളുടെ വീടിന് മുന്നിൽ കുറെ വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടുന്നുണ്ട്. ഇപ്പോൾ ഇയോറി സ്കൂളിലൊക്കെ പോയി തുടങ്ങി അവളുടെ അവിടുത്തെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് സാമുറയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പോൾ ഡോജോയിൽ ഒരാളോട് സാമുറ ഇത് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ മോനും ഇയോറിയുടെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ഇതൊരു ചെറിയ ടൗൺ ആണ്, അവരുടെ ക്ലാസ്സിലും അങ്ങനെ അധികം കുട്ടികളൊന്നുമില്ല. അവൾ പെട്ടെന്ന് ഇവിടെ ഒക്കെ ആയിട്ട് സെറ്റിൽ ആയിട്ടോളും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന്. ഇപ്പോൾ ഇയോറി സ്കൂളിലൊക്കെ പോയി തുടങ്ങി. എനിക്ക് പക്ഷേ ഇപ്പോഴും അവളുടെ കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷനാണെന്ന് ഇനോറിയുടെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് സാമുറ പറയുന്നുണ്ട്. ഇയോറിയുടെ പേരിന്റെ ലാസ്റ്റ് നെയിം അവളുടെ അമ്മയുടേതാണെങ്കിലും സാമുറയുടെ മകളാണ് അവളെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സോ അപ്പോൾ അത് കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവൾക്കുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത സാമുറയ്ക്കുണ്ട്. അതുമാത്രമല്ല, പുറമേ സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും അവൾ ഇപ്പോഴും നിന്നെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ സാമുറ ഇനോറിയുടെ ഫോട്ടോ നോക്കി പറയുന്നു. ഇയോറി ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ദേ വീട്ടിലെത്തി, ഇന്ന് ഡിന്നറിന് എന്താന്ന് അവൾ വിളിച്ചു ചോദിക്കുന്നു. ഇപ്പോൾ ഇയോറി സാമുറ ഒരുമിച്ച് കുക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ സാമുറ ചോദിക്കുന്നുണ്ട് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഇയോറി അപ്പോൾ പറയുന്നു ഇന്ന് സാമുറയെ പറ്റിയാണ് ഇവരെ പഠിപ്പിച്ചതെന്ന്. ആഹാ, എന്നിട്ട് എന്തുണ്ടായി എന്ന് സാമുറ ചോദിക്കുന്നു. ഇയോറി ഇപ്പോൾ പറയുന്നുണ്ട് യുദ്ധത്തിലെ ഹീറോയായ സാമുറയുടെ മകളാണ് ഞാനെന്നറിഞ്ഞപ്പോഴത്തേക്ക് ക്ലാസ്സിലെ ബാക്കി പിള്ളേരുടെയൊക്കെ കണ്ണ് തള്ളിപ്പോയില്ലേ, അവരെല്ലാവരും എന്നെ അഭിനന്ദിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം ഞാനും എൻ്റെ അച്ഛനെ പോലെ നല്ലൊരു ഫൈറ്റർ ആവുമെന്നൊക്കെ ഇയോറി അവരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ സാമുറയ്ക്ക് ഒരു സമാധാനമായി. സാമുറ എന്നിട്ടിപ്പോൾ ഇയോറിയുടെ തലയിൽ ഇങ്ങനെ തട്ടിക്കൊണ്ട് അവളോട് പറയുന്നുണ്ട്, നീ പക്ഷെ എന്നെ പോലെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അത്രയും കിണഞ്ഞ് ശ്രമിക്കണ്ട കേട്ടോ. എന്തായാലും നീ സ്കൂളിൽ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയല്ലോ, അതറിഞ്ഞത് എനിക്ക് സന്തോഷമായി. ഇപ്പോൾ ഈ തലയിൽ ഇങ്ങനെ തട്ടുമ്പോൾ അവളുടെ തലയിൽ ഒരു മുഴ സാമുറ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വീണതാണെന്ന് അവൾ പെട്ടെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോഴേ സാമുറയ്ക്ക് മനസ്സിലായി അത് കള്ളമാണെന്ന്. അപ്പോൾ ഇയോറി സമ്മതിക്കുന്നുണ്ട്, അതായത് അവളൊരു ഫൈറ്റ് ഉണ്ടാക്കിയതാണ് ഒരു ചെറുക്കനുമായിട്ട് ക്ലാസ്സിലെ. ഫൈറ്റോ? അതെന്തിനാന്നിപ്പോൾ സാമുറ ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട് എല്ലാ കുട്ടികളും എന്നെ അഭിനന്ദിച്ചെങ്കിലും ഒരുത്തൻ മാത്രം ചോദിച്ചു, അതായത് നിന്റെ അച്ഛൻ ഒരു കൊലപാതകിയല്ലേ എന്ന്. സോ അങ്ങനെയാണ് ഫൈറ്റ് ഉണ്ടായത്. പക്ഷെ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു, അത് ഞാൻ ഡെയിലി ട്രെയിനിങ് ചെയ്യുന്നതിന്റെ ഗുണമാണെന്നൊക്കെ അവൾ പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് സാമുറ പേടിച്ചതും. ഇയോറി ആണെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട്, അതായത് അമ്മ എപ്പോഴും പറയുമായിരുന്നു അച്ഛൻ്റേത് ഒരുമാതിരി തൊലിഞ്ഞ സ്വഭാവമാണ്, പക്ഷേ പുള്ളിക്കാരൻ ഈ രാജ്യത്തെ രക്ഷിച്ച ഒരു ഹീറോയാണ്. ആ ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് എപ്പോഴും അച്ഛനോട് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നെന്നും അവൾ പറയുന്നു. സോ ഇപ്പോൾ അതുകൊണ്ടാണ് ഇയോറിക്കും സാമുറയെ പോലെ ആകാൻ ആഗ്രഹമെന്ന് അവൾ പറയുന്നു. അതായത് അവൾക്കും എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ അച്ഛനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യാൻ ഞാനുണ്ടാവും, വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ ഇപ്പോൾ അവൾ പറയുന്നു. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട് താങ്ക്സ് മോളെ, പക്ഷേ നീ ചുമ്മാ ഓവർ ആവരുത് കേട്ടോ. ഇപ്പോൾ ആ ഡോജോയിലുള്ള ആളുടെ മോനാണ് ഇയോറിയുമായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയത്. അയാളിപ്പോൾ സാമുറയോട് മാപ്പ് പറയുന്നുണ്ട് മകൻ ചെയ്തതിന്. സാമുറ ഇപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കുട്ടികളല്ലേ. അങ്ങേരിപ്പോൾ പറയുന്നുണ്ട് അയ്യോ അല്ല, നിങ്ങൾ നമ്മുടെ രാജ്യത്തെ സേവ് ചെയ്ത ഒരാളാണെന്ന് അവനെ എന്തായാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന്. ഇപ്പോൾ ഇയോറിയുടെ സ്കൂളിൽ നിന്ന് സാമുറയെ വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരാൾ വന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ നിന്ന് ഇയോറിയേയും കൂട്ടി സാമുറ വീട്ടിലേക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ സാമുറ ചോദിക്കുന്നു, അല്ല എന്നെ എന്തിനാ വിളിപ്പിച്ചത്, നിനക്കെന്താ വയ്യാതെ വല്ലതും വന്നോ? അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല, എനിക്ക് ക്ലാസ് ഒന്ന് കട്ട് ചെയ്യണമെന്ന് തോന്നിയെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ ഇത് കേട്ടിട്ട് സാമുറ ഞെട്ടുന്നുണ്ട്. ഇയോറി ആണെങ്കിൽ ഇപ്പോൾ ചോദിക്കുന്നു ഇന്ന് ഡിന്നറിന് എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇപ്പോൾ വീണ്ടും ഇവരുടെ വീട്ടുമുറ്റത്ത് ആരോ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. സാമുറ ആണെങ്കിലും ഇത് നോട്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ ഇയോറി അതിങ്ങനെ നോക്കുന്നുണ്ട്. അവൾ എന്നിട്ടിപ്പോൾ പറയുന്നു ചേട്ടാ ഇതാരാ ഇവിടെ കൊണ്ടിട്ടേ, ഇവർക്ക് വേസ്റ്റ് ബിൻ എവിടാന്ന് അറിയില്ലേ. അതേപോലെ മതിലിലും എന്തോ അഴുക്കൊക്കെ ഉണ്ട്, ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യാം, അച്ഛനൊരു കാര്യം ചെയ്യ്, ഈ വേസ്റ്റ് കൊണ്ട് ബിന്നിൽ ഇട്ടിട്ട് വാന്നും പറഞ്ഞ് അവൾ ആ വേസ്റ്റ് എടുത്ത് സാമുറയ്ക്ക് കൊടുക്കുന്നു. സാമുറ ഇപ്പോൾ അത് കൊണ്ടുപോയി കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് നിൽക്കുമ്പോൾ ദൂരെ മാറി നിൽക്കുന്ന രണ്ടുപേര് സംസാരിക്കുന്നത് കേൾക്കുന്നു. അവന്മാർ പറയുന്നുണ്ട് അത് നമ്മൾ കൊണ്ടിട്ടതിനേക്കാളിലും കൂടുതൽ വേസ്റ്റ് ഉണ്ടല്ലേ. അതേപോലെ തന്നെ ആ മതിലിന്റെ പുറത്തും ഗ്രാഫിറ്റി വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മുമ്പ് ഇത്ര ഇല്ലായിരുന്നല്ലേ എന്നൊക്കെ അവന്മാർ നിന്ന് പറയുന്നു. സാമുറ ഇപ്പോൾ അതിലൊരു തന്റെ കോളറിന് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീയൊക്കെ കൂടിയാണോടാ എൻ്റെ വീട്ടിന്റെ മുന്നിൽ കൊണ്ട് ഈ വേസ്റ്റ് ഇടുന്നത്? ഇപ്പോൾ അവൻ പറയുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല കുറേ പേരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ അതെന്തിനാണെന്ന് സാമുറ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങൾ വളരെ വെറുക്കപ്പെട്ട ഒരുത്തനാണ്. സെയ്റ്റേ യുദ്ധത്തിലെ സത്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, അതെല്ലാം ഞങ്ങൾ 6 മാസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞു. ഒരു ചെറിയ ഐലൻഡിലെ ആൾക്കാരെ മുഴുവൻ സോഡ് മാസ്റ്റർ കൂട്ടക്കൊല ചെയ്ത കഥയെല്ലാം ഞങ്ങൾക്കറിയാം. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഇത് പറഞ്ഞു പരത്തിയത് യൂറയാണെന്ന് സാമുറയ്ക്ക് മനസ്സിലാവുന്നു. പക്ഷെ അവനത് എന്തിനായിരിക്കും ചെയ്തതെന്ന് പുള്ളി ചിന്തിക്കുന്നുണ്ട്. സോ ജനങ്ങളുടെ ഇടയിൽ ഈ വാർത്ത സ്പ്രെഡ് ചെയ്തതിന്റെ പിന്നിൽ ഹിഷാക്കു തന്നെയാണ്. യൂറ ആ തൊപ്പി വെച്ച ഹിഷാക്കു മന്ത്രവാദിയോട് സംസാരിക്കുന്ന സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. എല്ലാ പഴുതുകളും അടച്ചാണ് കമുനാബി ആ സത്യം മറച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുന്നിൽ തെളിയിക്കാൻ വ്യക്തമായ പ്രൂഫ് ഒന്നും ഹിഷാക്കുവിന്റെ കയ്യിലില്ല. അതുകൊണ്ട് ഈ ഹിഷാക്കു എന്ത് ചെയ്തു, ഈ സെയ്റ്റേ യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് ഷൊക്കോക്കു ഐലൻഡിലെ ആൾക്കാരും കമുനാബിയുമായിട്ട് ഒപ്പുവെച്ച ഉടമ്പടിയുടേതെന്ന് പറഞ്ഞിട്ടുള്ള വ്യാജ ചിത്രങ്ങളും അതേപോലെ തന്നെ സെയ്റ്റേ യുദ്ധത്തിലെ സോഡ് മാസ്റ്ററിന്റെ ആ ക്രൂരകൃത്യങ്ങളും ഒക്കെ കൂടെ നോട്ടീസ് അടിച്ച് സിറ്റിയിൽ സർക്കുലേറ്റ് ചെയ്തു.
ഇപ്പോൾ പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും പതിയെ പതിയെ ഇവരോടുള്ള ജനങ്ങളുടെ ആ ട്രസ്റ്റ് നശിപ്പിക്കാൻ ഇത് മതി എന്ന് ഹിഷാക്കു മനസ്സിലാക്കി. ആൻഡ് അത് അതുപോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വേസ്റ്റ് കൊണ്ടിട്ടവൻ പറയുമ്പോഴാണ് സാമുറ അറിയുന്നത്. അപ്പോൾ 6 മാസമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണോ? അതായത് ഇയോറി ആ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന ടൈം മുഴുവൻ. സോ ശരിക്കും ഇയോറി സാമുറയോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു. അവളുടെ അച്ഛനെ ഒരു ഹീറോ ആയിട്ടൊന്നും അല്ല അവളുടെ ക്ലാസ്മേറ്റ്സ് കണ്ടിരുന്നത്. നീ ഒരു കൊലപാതകിയുടെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ക്ലാസ്മേറ്റ്സ് മുഴുവൻ അവളെ ബുള്ളി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇവരുടെ മതിലിൽ ആ ഗ്രാഫിറ്റി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ചീത്ത വാക്കുകളെല്ലാം ഇയോറി അവിടെ കഷ്ടപ്പെട്ട് നിന്ന് തുടക്കിയാണ്. ഞാനിങ്ങനെ സ്കൂളിലും പുറത്തും എല്ലാം ഇത് കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും എൻ്റെ അടുത്തു നിന്ന് അകന്നു പോകും എന്ന് ഇയോറി ചിന്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇയോറി ഈ ക്ലാസ്സിലെയും പുറത്തെയും ഒക്കെ ബുള്ളിങ് എല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുന്നത്. അച്ഛൻ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നും അച്ഛൻ്റെ കൂടി ഇങ്ങനെ ജീവിക്കാമല്ലോ എന്നവൾ ചിന്തിക്കുന്നു. അവൾക്ക് ക്ലാസ്സിലൊന്നും ഒരൊറ്റ ഫ്രണ്ട്സ് പോലും ഇല്ല. എല്ലാ കുട്ടികളും അവളുടെ ആ ബെഞ്ചും ഒക്കെ തകർത്തിടും. എന്നിട്ടും അവളിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവൾ ആ ഭിത്തി ഇങ്ങനെ അമർത്തി കഴുകിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി, എൻ്റെ അച്ഛനും കൂടി എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാം ശരിയാകും. ഇപ്പോൾ ഞാൻ കാരണമാണല്ലോ എൻ്റെ മകൾ ഇതെല്ലാം അനുഭവിക്കുന്നതെന്ന് ഓർത്ത് സാമുറ വിഷമിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി ഈ സംഭവം ഒരുപാട് വഷളാവുകയുള്ളൂ എന്നും പുള്ളി ചിന്തിക്കുന്നു. ഇയോറി ഇപ്പോൾ മുറിയിൽ കിടന്നിട്ട് പതുക്കെ ഇങ്ങനെ കരയുകയാണ്. അകത്തേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഡോറിൻ്റെ അടുത്ത് സാമുറ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ചിലപ്പോൾ ഇയോറി ആത്മഹത്യ ചെയ്തേക്കുമെന്ന് വരെ പുള്ളി ചിന്തിക്കുന്നു. സോ സാമുറ ഇപ്പോൾ ആ കതക് തുറന്ന് അകത്തേക്ക് പോകുന്നില്ല. പുള്ളി ഒരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ 6 മാസം അച്ഛനും മകളുമായിട്ട് ജീവിച്ച ജീവിതം അവിടെ അവസാനിപ്പിച്ച് സാമുറ ഇയോറിയെ ഇനോറിയുടെ അനിയത്തിയെ ഏൽപ്പിച്ച് അവിടുന്ന് പോവാണ്. ഇപ്പോൾ 4 വർഷങ്ങൾക്ക് മുമ്പ് ചിഹിരോയും ഷിബയും കൂടെ സാമുറയുടെ വീട്ടിൽ ചെന്നപ്പോൾ സാമുറ ഷിബയോട് പറയുന്നുണ്ട്, അതായത് യൂറോ എന്നീ സോട്ട് മാസ്റ്ററിനെ കുറിച്ചുള്ള സത്യങ്ങൾ അവൻ അറിയാമെന്ന് പറഞ്ഞ കാര്യമൊക്കെ. ഇപ്പോൾ മാലിഡിക്ഷൻ വീണ്ടും ഉണ്ടാകുമെന്നുള്ള പ്രവചനത്തിനെ പറ്റിയൊക്കെ കമുനാബിയിലെ ആ ഹൈറ്റ് കുറഞ്ഞ മന്ത്രവാദി എന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഷിബ പറയുന്നു. ഇപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഷിനിച്ചിയും സോട്ട് മാസ്റ്ററും തമ്മിൽ ഒരിക്കലും കോണ്ടാക്റ്റിൽ വരരുത്. സോ ഈ നാടിൻ്റെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി ചിഹിരോയെയും അവൻ്റെ അച്ഛനെയും ഒക്കെ എന്ത് വില കൊടുത്തും പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഷിബയെടുത്ത് സാമുറ പറയുകയാണ്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സാമുറ കേൾക്കുന്നത് റോക്കുഹിര മരിച്ചു എന്നുള്ള വാർത്തയാണ്. സോ ഇപ്പോൾ ഈ ബാക്ക് സ്റ്റോറി മുഴുവനായിട്ട് കണ്ടപ്പോൾ ഈ സോട്ട് ബെയറേഴ്സിനെ എല്ലാം കൊല്ലാൻ സാമുറ നടക്കുന്നതിൻ്റെ പിന്നിലെ ആ ഒരു ഐഡിയ പൂർണ്ണമായിട്ട് കിട്ടി. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ എൻഡ് ആവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് തരിക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അടുത്ത ആഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.